വിജി ഓഫീസിലേക്ക് ആദ്യമായിട്ട് വന്നേക്കാണ്. അവളെ കണ്ട സത്യയും സ്റ്റെപ്പിലൂടെ ആദ്യം കയറി പൊക്കോളാനായിട്ട് പറയാണ്. ബാക്ക് നോക്കാനായിരിക്കുമെന്ന് അവൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സത്യ ആദ്യം തന്നെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. സത്യ അപ്പൊ ജെന്റിൽമാൻ ആണെന്ന് മനസ്സിലാക്കിയ വിജിയും അവനോട് പോയി സംസാരിക്കുന്നുണ്ട്. പിന്നീട് അവർ ഫ്രണ്ട്സ് ആവാണ്. അവസാനം അവർ തമ്മിൽ സ്നേഹിക്കാനായിട്ട് തുടങ്ങാണ്. സത്യ പാർട്ട് ടൈം ആയിട്ട് കാറ്ററിംഗ് വർക്കിനെല്ലാം പോകുന്നുണ്ടായിരുന്നു. അവന്റെ നാട്ടിലുള്ള ഫ്രണ്ട് അവന് വല്ലാതെ അപമാനിക്കുന്നുണ്ട്. കാറ്ററിംഗ് ചെയ്യുന്നോണ്ട് തന്നെ അവർ തമ്മിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും പരസ്പരം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം വിജി സത്യയെ കടപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അവിടെ വെച്ച് അവന്റെ മുഖത്തടിച്ചിട്ട് അവളോട് ഇഷ്ടമാണെന്നുള്ളത് പറയിപ്പിക്കുകയാണ്. അവര് തമ്മിൽ ഇപ്പൊ പ്രണയിക്കുന്നുണ്ടെങ്കിലും ഓഫീസിലുള്ള ആർക്കും തന്നെ അവരുടെ ഈ ഒരു പ്രണയത്തെ പറ്റി അറിയില്ലായിരുന്നു. വിജിക്ക് ജീവിതത്തിൽ ഒരു വലിയ ലക്ഷ്യം ഉണ്ടായിരുന്നു, IAS ആവണം എന്നുള്ളത്. പക്ഷേ സത്യനായിട്ട് ഇപ്പൊ സ്നേഹിക്കാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ അവൾക്ക് ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് ചെറുതായിട്ട് കോൺസെൻട്രേഷൻ ഒക്കെ വിട്ടുപോകുന്നുണ്ട്. എന്നാൽ സത്യയുടെ മേളിൽ അവൾക്ക് ചെറിയ ഡൗട്ട് ഒക്കെ ഉണ്ട്. അവൾക്ക് യഥാർത്ഥ പ്രണയം തന്നെയാണോ അതോ വെറും അട്രാക്ഷൻ മാത്രമാണോ എന്നുള്ള രീതിയിൽ. എന്നാൽ സത്യക്ക് അവളെ നല്ല പോലെ തന്നെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അമ്മക്ക് വയ്യാതെ പോകുന്ന സത്യനെ ഒരുപാട് കെയർ ചെയ്ത് ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് അയച്ച വിജയെ കണ്ട അവനക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്നുണ്ട്. വീണ്ടും വീണ്ടും ഇഷ്ടം കൂടാണ്. സത്യ അവന്റെ അച്ഛനും അമ്മക്കും വിജയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്സിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സത്യയുടെ ഫ്രണ്ടിന്റെ ഒരു ലവ് ഫെയിലിയർ സ്റ്റോറി കേട്ടതോടുകൂടി വിജിക്കും തങ്ങളുടെ സ്റ്റോറി അങ്ങനെ തന്നെ ഫെയിലിയർ ആവും പോകുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു. കാരണം സത്യക്ക് അവന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ലക്ഷ്യമില്ലാതെ നടന്നിട്ടുണ്ടെങ്കിൽ ശരിയാവൂല. പോരാത്തതിന് സത്യയുടെ ലക്ഷ്യത്തിൽ നിന്ന് അവൾ വഴുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓഫീസിലെ ജോലി വിടാമെന്ന് അവൾ തീരുമാനിക്കുകയാണ്. സത്യക്ക് ഇതിൽ വലിയ ദേഷ്യം തോന്നുന്നുണ്ടെങ്കിലും ഓഫീസിലെ എല്ലാവരോടും സത്യ ഇത് പറയണമെന്ന് വിജി പറയുമ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് സത്യയെ കിസ് ചെയ്ത് അവനെ സ്നേഹിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഓഫീസിൽ നിന്ന് അവള് പോയതിനു ശേഷം അവർ തമ്മിലുള്ള കോണ്ടാക്ട് വല്ലാതെ കുറയാണ്. എപ്പോഴെങ്കിലും ഒക്കെയാണ് അവര് വിളിക്കുന്നതും മീറ്റ് ചെയ്യുന്നതും ഒക്കെ. ഒരു ദിവസം വിജിയുടെ ഹിന്ദി ടീച്ചർ കാണാൻ പോയപ്പോ അവര് ഒന്നിച്ചൊരു റൂമിൽ കഴിയും ഒന്നാവുകയും ചെയ്യുന്നുണ്ട്. നാട്ടിൽ നിന്ന് സത്യയുടെ അച്ഛനും അമ്മയും വിജിയെ കാണാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ടിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാത്രിയായിട്ടും അവൾ വന്നില്ല. സമയം വൈകിയോണ്ട് തന്നെ അച്ഛനും അമ്മയും പോകുന്നുണ്ട്. ഈ ദേഷ്യത്തിലെ സത്യ അവൾ ഒരുപാട് ചീത്ത പറയാണ്. പിറ്റേ ദിവസം ആ ഒരു ഫ്രസ്ട്രേഷനിലാണ് അവൾ പോയി എക്സാം എഴുതുന്നത്. അവൾ തലകറങ്ങി വീഴുന്നുണ്ട്. എക്സാം മര്യാദക്ക് എഴുതാൻ പറ്റുന്നില്ല. സത്യ ആ ദിവസം തന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചത് അവസാനിപ്പിക്കാമെന്നും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ പഠിപ്പിനെ അത് എഫക്ട് ചെയ്യുമെന്നും പറയുന്നുണ്ട്. സത്യ അവളെ പുസ്തകത്തിലെ എന്തെങ്കിലും ഒരു പാടായിട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആയിട്ടോ ഞാൻ വന്നാൽ മാത്രമേ നിനക്ക് എന്നോട് ഇഷ്ടം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് അവന്റെ ഗ്രാമത്തിലുള്ള ഒരു തടാകം പുനർനിർമ്മിക്കാനായി അവൻ മുൻകൈ എടുക്കുന്നുണ്ട്. അതിന്റെ പേരിൽ അവനെ പോലീസ് പിടിക്കുന്നെല്ലാണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന അവൻ തടാകം നല്ല രീതിയിലാക്കാണ്. ഇതെല്ലാം TV ന്യൂസിൽ വിജയും കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിജിക്ക് അവനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. സത്യയെ കാണാനായിട്ട് വിജയുടെ അമ്മ വരുന്നുണ്ട്. അമ്മ പറഞ്ഞതുകൊണ്ട് തന്നെ വിജയെ കാണാൻ സത്യ അവളുടെ ഗ്രാമത്തിലേക്ക് പോകുന്നുണ്ട്. ചെറുപ്പത്തിൽ അവൾ ഇട്ടിട്ട് പോയ അച്ഛനെ സത്യ അവളുടെ മുന്നിലേക്ക് കൊണ്ടുവരാണ്. അങ്ങനെ വിജയ് അവളുടെ സ്വപ്നമായിട്ടുള്ള ആ ഒരു IAS എക്സാം നല്ല രീതിയിൽ തന്നെ എഴുതി തീർക്കുന്നുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ആ തടാകം പുനർനിർമ്മിച്ചത് ആരാണെന്നുള്ള ഒരു ഓപ്ഷനിൽ സത്യയുടെ പേരും ഉണ്ടായിരുന്നു. അവൾ ആഗ്രഹിച്ച പോലെ തന്നെ സത്യ അവന്റെ ജീവിതത്തിൽ വിജയിക്കുകയും അവന്റെ കാമുകിയായിട്ട് ഇപ്പോഴും വിജയ് അവന്റെ കൂടെ ഉണ്ടാവുകയും ചെയ്യാണ്. ഈ മൂവിയുടെ ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.